ലവ് ജിഹാദ് ആരോപണത്തെ തുടർന്ന് കേരളത്തിൽ അഭയം തേടിയ ജാർഖണ്ഡ് സ്വദേശികളുടെ റിട്ട് ഹർജി ഹൈക്കോടതി നിന്ന് പരിഗണിക്കും. ആശയും മുഹമ്മദ് ഗാലിബുമാണ് പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ട് ഹർജി കൊടുത്തിരിക്കുന്നത്. മുഹമ്മദ് ഗാലിബിനായി അറസ്റ്റ് വാറണ്ടുമായി ജാർഖണ്ഡ് രാജറപ്പ പോലീസ് കായംകുളത്ത് വന്നു. ദമ്പതികൾക്ക് സംരക്ഷണം ഒരുക്കുമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ പറയുന്നു. ഇവിടെ പോലീസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ച് വന്നപ്പം തന്നെ ഈ പെൺകുട്ടി മൊഴി നൽകിയതാണ്. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണെന്നും മുഹമ്മദ് ഗാലിബിനൊപ്പം ജീവിക്കാനാണ് താല്പര്യപ്പെടുന്നതെന്നും അതിനുശേഷമാണ് ഇപ്പോൾ ജാർഖണ്ഡ് പോലീസ് ഒരു വ്യാജ കേസ് ചുമത്തി ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നതാണെന്ന് പറഞ്ഞ് മുഹമ്മദ് ഗാലിബിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. ആ വിഷയത്തിൽ ഒരു കാരണവശാലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നടക്കരുത് എന്നുള്ള നിലപാടാണ് ഡിവൈഎഫ്ഐ. കേരളത്തിനകത്ത് ഇവർക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും ഡിവൈഎഫ്ഐ നൽകിക്കൊടുക്കും. മനീഷ് മോഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരും. മനീഷ്, എന്താണ് ഇതിൻ്റെ പിന്നാമ്പുറം? SKN 10 വർഷത്തോളം പ്രണയത്തിലായിരുന്ന ആശാ വർമ്മയും മുഹമ്മദ് ഗാലിബിനും പക്ഷേ അവർക്ക് അവരുടെ സ്വന്തം നാട്ടിൽ വെച്ച് വിവാഹിതരാകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ആലപ്പുഴ കായംകുളത്തേക്ക് എത്തിയത്. ഈ മുഹമ്മദ് ഗാലിബിൻ്റെ ഒരു സുഹൃത്ത് വിദേശത്ത് വെച്ച് ഇവർ ഒരുമിച്ച് ജോലി ചെയ്തതാണ്. അങ്ങനെ ഒരു പരിചയത്തിന് പുറത്തേക്കാണ് കേരളം സുരക്ഷിത ഇടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തുകയും കഴിഞ്ഞ 11-ാം തീയതിയാണ് ഇവർ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിച്ചത്. പക്ഷേ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ കൊടുത്ത പരാതിയിൽ ജാർഖണ്ഡ് പോലീസ് ആലപ്പുഴയിൽ ആദ്യഘട്ടത്തിലെത്തി അന്വേഷണം നടത്തി. പെൺകുട്ടി വിവാഹിതയാണെന്നും ഒപ്പം തന്നെ പ്രായപൂർത്തിയായതാണെന്നും ആലപ്പുഴയിലെ കായംകുളം പോലീസ് ഇതിനെ സംബന്ധിച്ച് വിശദാംശങ്ങൾ നൽകിയതുമാണ്. പക്ഷേ പിന്നീട് ജാർഖണ്ഡിലേക്ക് മടങ്ങിപ്പോയ അവിടുത്തെ പോലീസ് ഈ ജാർഖണ്ഡ് പോലീസ് എടുത്തത് മാൻ മിസ്സിംഗ് കേസാണ്. ഈ പെൺകുട്ടിയെ കാണാനില്ല എന്ന രീതിയിലുള്ള കേസെടുത്ത ശേഷം ഇയാൾക്കെതിരെ ഈ മുഹമ്മദ് ഗാലിബിനെതിരെ ഇപ്പോൾ കോടതിയിൽ നിന്നും വാറണ്ടുമായിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കായംകുളത്ത് ഇന്നലെ വൈകിട്ടോടുകൂടി എത്തിയത്. പക്ഷേ കായംകുളം പോലീസ് അറിയിക്കുന്നത് ഒരു കാരണവശാലും ഈ പോലീസിന്റെ നടപടിയോട് സഹകരിക്കില്ല. പക്ഷേ സ്വതന്ത്രമായ ഒരു കോടതി വ്യവഹാരമായ നടപടിയുമായി വരുമ്പോൾ അവർക്ക് സ്വതന്ത്രമായി അന്വേഷിക്കാനും തെരച്ചിൽ നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് രാജറപ്പ പോലീസിന്റെ നടപടിയിൽ കായംകുളം പോലീസ് തടസ്സപ്പെടുത്തുകയില്ല. പക്ഷേ എങ്കിൽ കൂടി ഇവർക്ക് സംരക്ഷണം ആവശ്യമാണെന്ന് കായംകുളം പോലീസും പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഇവരുടെ അഭിഭാഷക ഇന്ന് ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി ഇവരുടെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് ഹൈക്കോടതി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പരിഗണിക്കും. ഒപ്പം തന്നെ ഇവരുടെ സംരക്ഷണത്തിന് പൂർണ്ണമായും തങ്ങൾ പിന്തുണയുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിവാഹിതരായ ആർക്കും ജീവിക്കേണ്ട അവസ്ഥ വരികയില്ല എന്ന കാര്യം കൂടി ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കുന്നുണ്ട്. അവർക്ക് ഡിവൈഎഫ്ഐ പൂർണ്ണ പിന്തുണ കൂടി നൽകുന്നുണ്ട്. ഈ ജാർഖണ്ഡിൽ ഇവരുടെ വിവാഹം നടന്നത് അല്ലെങ്കിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു, ഇത് ലവ് ജിഹാദ് ആണെന്ന രീതിയിൽ വലിയ ആരോപണം ഉയരുകയും ജാർഖണ്ഡിൽ ഇത് സംബന്ധിച്ചുള്ള കലാപത്തിന് അടുത്ത് നിൽക്കുന്ന ചില വലിയ പ്രതിഷേധ പരിപാടികളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും നിലവിൽ നടന്നു വരികയാണ്. SKN. ഓക്കെ, താങ്ക് യു.